പ്രധാനപ്പെട്ട വാർത്തയാണ്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ നടന്ന കുർബാനയടക്കമുള്ള പ്രാർത്ഥനാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഉണ്ണി, ഈ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു, അത്തരത്തിൽ BJPക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള തരത്തിൽ ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ, എന്തൊക്കെ ചടങ്ങുകളിലാണ് ഭാഗമായത് പ്രധാനമന്ത്രി? തീർച്ചയായും ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി CNA ആസ്ഥാനം സന്ദർശിച്ചത്. അവിടെ എത്തി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടായിരുന്നു. തുടർന്നാണ് ദേവാലയത്തിൽ CNA ദേവാലയത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകളിൽ മോദി പങ്കെടുത്തത്. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രത്യേക ഒരു പ്രാർത്ഥന അവിടെ തയ്യാറാക്കിയിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും 8:30 കൂടി തന്നെയാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. പ്രധാനമന്ത്രി പൂർണ്ണമായും ആ പ്രാർത്ഥനയിൽ പൂർണ്ണമായും പങ്കെടുത്തു എന്നതാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ള ആളുകളും ഒപ്പം ഉണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി എത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. വലിയ സുരക്ഷയിൽ തന്നെയായിരുന്നു അവിടെ ഈ ചടങ്ങുകൾ നടന്നത് എന്നതാണ് കാണാൻ കഴിയുന്നത്. കൂടാതെ പ്രാർത്ഥനയിൽ പ്രധാനമന്ത്രി പൂർണ്ണമായും പങ്കെടുത്തു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ മോദിക്ക് ബിഷപ്പ് ഒരു ബൈബിൾ സമ്മാനിക്കുകയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ വിശ്വാസികളും പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. ഈ CNA സഭ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ആ രീതിയിൽ പ്രധാനമന്ത്രി ഒരു സന്ദേശം നൽകുന്നതാണ് BJP പറയുന്ന ഒരു കാര്യം. വലിയ രീതിയിൽ ഈ ക്രിസ്മസ് ആയി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ വരുന്നു. ആ രീതിയിൽ അതിന് പിന്നിൽ BJP ഉണ്ട് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു സന്ദർശനം എന്നതാണ് കാണേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇതൊരു സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുന്നത് എന്നൊരു പ്രതികരണമാണ് BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നതും കൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നതാണ് കാണേണ്ട കാര്യം. CNA ദേവാലയത്തിൽ പ്രധാനമന്ത്രി എത്തി. പ്രധാനമന്ത്രിക്കായി പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ അവിടെ സംഘടിപ്പിച്ചിരുന്നു. 8:30 കൂടി തന്നെയാണ് ആ പ്രാർത്ഥന നടന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം. പ്രാർത്ഥനയിൽ പൂർണ്ണമായും പ്രധാനമന്ത്രി പങ്കെടുത്തു. പ്രധാനമന്ത്രിക്ക് CNA ബിഷപ്പ് ഒരു ബൈബിൾ സമ്മാനിക്കുകയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ ആണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. CNA ആസ്ഥാനമാണ്. അവിടെ സന്ദർശിച്ചാണ് പ്രധാനമന്ത്രി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത് ബിഷപ്പുമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തുകയും ചെയ്തു. എന്തായാലും പ്രത്യേക ഒരു പ്രാർത്ഥനാ ചടങ്ങ് പ്രധാനമന്ത്രിക്ക് വേണ്ടി അവിടെ സംഘടിപ്പിച്ചിരുന്നു. വിശ്വാസികളടക്കമുള്ള ആളുകൾ ഈ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തു. അതീവ സുരക്ഷ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങിയിട്ടുണ്ട്. ശരി, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായ വിവരങ്ങളാണ് KC ഉണ്ണികൃഷ്ണൻ പങ്കുവച്ചത്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി.